നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിയുടെ വില കുതിച്ചു കയറുകയാണ് വീണ്ടും. ഹോട്ടലുകൾ കുറഞ്ഞിട്ടും ഇവയുടെ വില മുകളിലേക്ക് തന്നെ. അനുകൂലമായത് 3 ഘടകങ്ങൾ. പാചകവാതക പ്രതിസന്ധി മൂലം പക്ഷിപ്പനി വരെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. ഇന്നലെ ചില്ലറ വിപണിയിൽ കിലോഗ്രാമിന് 165 രൂപ മുതൽ 175 രൂപയായിരുന്നു വില. വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയരുമെന്ന് വ്യാപാരികൾ പറയുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചത് ഇറച്ചിക്കോഴി വിപണിക്ക് തിരിച്ചടിയായെങ്കിലും റംസാൻ, ഈസ്റ്റർ സീസണുകളും കടുത്ത ചൂടിൽ പൗൾട്രി ഫാമുകളിൽ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് അനുകൂലമായത്. സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പക്ഷിപ്പനി ഉണ്ടായെങ്കിലും വിൽപ്പനയെ ബാധിച്ചില്ല. മുൻ വർഷങ്ങളിൽ ക്രിസ്മസ്, ഈസ്റ്റർ സീസണിൽ പക്ഷിപ്പനിയുടെ പേരിൽ കോഴിയിറച്ചിയുടെ ഉപഭോഗവും വിലയും കുറഞ്ഞിരുന്നു. വേനൽ ചൂട് തുടർന്നാൽ ഈസ്റ്റർ സീസണിൽ ഇറച്ചിക്കോഴിക്ക് ക്ഷാമം രൂക്ഷമായേക്കും. ഈസ്റ്റർ കോഴികൾ നിലവിൽ പകുതി വളർച്ചയിലാണ്. ഒരു കോഴിക്ക് ദിവസം 1/2 ലിറ്റർ ശുദ്ധജലം വേണം. പല വൻകിട ഫാമുകളിലും ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല. കനത്ത ചൂട് അതിജീവിക്കാനാകാതെ കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ നഷ്ടപ്പെടുന്നുമുണ്ട്. കേരളത്തിൽ വിൽക്കുന്ന ഇറച്ചിക്കോഴികളിൽ 60% ആഭ്യന്തരമായി വളർത്തുന്നതാണ്. പശ്ചിമേഷ്യൻ യുദ്ധം വിനയാകും. യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോയാൽ രാജ്യത്താകമാനം മുട്ട ഇറച്ചിക്കോഴി ഫാമുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുമെന്ന് പൗൾട്രി ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. കോഴിത്തീറ്റയ്ക്കുള്ള അസംസ്കൃത വസ്തുക്കൾ റഷ്യ, നെതർലൻഡ്, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തുന്നത്. കപ്പലുകൾ എത്തിയില്ലെങ്കിൽ കോഴിത്തീറ്റയുടെ ഉൽപ്പാദനം കുറയും. അതോടെ ഫാമുകൾ അടയ്ക്കേണ്ടി വരുമെന്നും അവർ പറയുന്നു. അപ്പോൾ ഇറച്ചിക്കോഴിയുടെ വില കുതിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.